ആണ്. ഡിജിറ്റൽ ഡിസ്പ്ലേ i3 സ്റ്റാർട്ട്. ഇത് നമുക്ക് ട്രിപ്പ് നമുക്ക് സെറ്റ് ചെയ്യാം. അതിൽ തന്നെ 2 മോഡുണ്ട്, എയും ബിയും ഉണ്ട്. ഫ്യൂൽ ഇൻഡിക്കേറ്റർ, എല്ലാ സംവിധാനങ്ങളും, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, എല്ലാ സംവിധാനങ്ങളും നിലവിൽ കുറേ ഫീച്ചേഴ്സ് കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. മൈലേജ് നമുക്കിപ്പോൾ നിലവിൽ ഇറങ്ങിയതിൽ വണ്ടി തന്നെ 50-ന് പുറത്ത് മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്. സർവീസിന് വന്ന ആൾക്കാർ പറയുന്നതാണ്. പിന്നെ നമുക്കിതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കമ്പനി ആഡ് ചെയ്തിരിക്കുന്ന ഒരു ഫീച്ചേഴ്സാണ് കോർണറിംഗ് ലാമ്പ് എന്ന് പറയുന്നത്. അത് ഇതാണ് പ്രീമിയം വണ്ടികളിൽ മാത്രം കണ്ടുവരുന്ന സംഭവമാണ്. നമ്മുടെ ഒരു സൈഡിലേക്ക് നമ്മൾ രാത്രി കാലങ്ങളിൽ വളരെ ഉപകാരമാണ്. LED ആണ്. നമ്മൾ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ നമ്മൾ തിരിക്കുന്ന സമയത്ത് ആ സൈഡിലേക്ക് ഒരു ലൈറ്റ് നമുക്ക് ഓപ്പൺ ആവുന്ന സംവിധാനം. ഫുള്ള് LED ആണ്. ഇതെല്ലാം H ആകൃതിയിലുള്ള LED ആണ് വരുന്നത്. ടയർ വന്നിട്ട് ഏറ്റവും വലിയ ടയറാണ്. സ്കൂട്ടറിൽ തന്നെ ഏറ്റവും വലിയ ടയറാണ്. ഡയമണ്ട് കട്ട് വീലാണ് വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാനൊരു റിവ്യൂ കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഹീറോയുടെ ഒരു വണ്ടി പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇപ്പോൾ പുതിയൊരു വണ്ടി വന്നിട്ടുണ്ടല്ലോ സാർ, പുതിയ മോഡലാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ലോഞ്ച് വന്നിരിക്കുന്നതാണ് Xoom. അത് ശരി. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു എഞ്ചിനാണ്. അത് ശരി. 5 വർഷം കമ്പനി വാറണ്ടി ഉണ്ട്. 5 വർഷം അല്ലെങ്കിൽ 52,000 കിലോമീറ്റർ വാറണ്ടി ഉണ്ട്. അത് ശരി. നിലവിലുള്ള ബ്രാൻഡുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ബെറ്റർ വണ്ടിയാണ്. ഏത് രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. ഡിജിറ്റൽ മീറ്റർ, i3 സ്റ്റാർട്ട്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വളരെ കൂടുതലാണ്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മുടെ ഈ പ്രീമിയം ഈ 4 വീലറിലൊക്കെ വരുന്ന ഒരു ഓപ്ഷൻ കൂടി കമ്പനി ഇപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കോർണറിംഗ് ലാമ്പ് എന്ന് പറയും. നമ്മുടെ സൈഡിലേക്ക് നമ്മൾ ഹാൻഡ് തിരിയുന്ന സമയത്ത് തന്നെ സൈഡിലേക്ക് വേറെ ലൈറ്റ് കൂടെ ഓപ്പൺ ആവുന്ന ഒരു സംവിധാനം. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ ഡിജിറ്റൽ മീറ്ററാണ്. ഡിജിറ്റൽ ഡിസ്പ്ലേ i3 സ്റ്റാർട്ട്. ഇത് നമുക്ക് ട്രിപ്പ് നമുക്ക് സെറ്റ് ചെയ്യാം. അതിൽ തന്നെ 2 മോഡുണ്ട്, എയും ബിയും ഉണ്ട്. ഫ്യൂൽ ഇൻഡിക്കേറ്റർ, എല്ലാ സംവിധാനങ്ങളും, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, എല്ലാ സംവിധാനങ്ങളും നിലവിൽ കുറേ ഫീച്ചേഴ്സ് കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. മൈലേജ് നമുക്കിപ്പോൾ നിലവിൽ ഇറങ്ങിയതിൽ വണ്ടി തന്നെ 50-ന് പുറത്ത് മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്. സർവീസിന് വന്ന ആൾക്കാർ പറയുന്നതാണ്. പിന്നെ നമുക്കിതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കമ്പനി ആഡ് ചെയ്തിരിക്കുന്ന ഒരു ഫീച്ചേഴ്സാണ് കോർണറിംഗ് ലാമ്പ് എന്ന് പറയുന്നത്. അത് ഇതാണ് പ്രീമിയം വണ്ടികളിൽ മാത്രം കണ്ടുവരുന്ന സംഭവമാണ്. നമ്മുടെ ഒരു സൈഡിലേക്ക് നമ്മൾ രാത്രി കാലങ്ങളിൽ വളരെ ഉപകാരമാണ്. LED ആണ്. നമ്മൾ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ നമ്മൾ തിരിക്കുന്ന സമയത്ത് തന്നെ ആ സൈഡിലേക്ക് ഒരു ലൈറ്റ് നമുക്ക് ഓപ്പൺ ആവുന്ന സംവിധാനം. ഫുള്ള് LED ആണ്. ഇതെല്ലാം H ആകൃതിയിലുള്ള LED ആണ് വരുന്നത്. ടയർ വന്നിട്ട് ഏറ്റവും വലിയ ടയറാണ്. സ്കൂട്ടറിൽ തന്നെ ഏറ്റവും വലിയ ടയറാണ്. ഡയമണ്ട് കട്ട് വീലാണ് വരുന്നത്. ഹൈഡ്രോളിക് സസ്പെൻഷൻ, അതല്ല ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഡിസ്ക് ബ്രേക്കാണ്. അവർ ഇൻഡിക്കേറ്റർ, ഇതിൻ്റെ കൂടെ തന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. വീൽ ബേസ് എങ്ങനെ സാർ? വീല് വലിയ ടയറാണ്. നോക്കി കഴിഞ്ഞാൽ ഡയമണ്ട് കട്ട് വീലാണ്. അതല്ല ഇതിന്റെ ഇൻഡിക്കേറ്റർ അത് ഫ്ലെക്സിബിൾ ആണ്. എങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ചെരിഞ്ഞു കൊടുക്കുന്നല്ല. ഇത് ഒടിഞ്ഞ് മാറത്തില്ല, ഒടിഞ്ഞു പോകത്തില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. അതുപോലെ ബാക്ക് നമുക്ക് ടൈലൈറ്റ് അത് H ആകൃതിയിൽ കത്തിയിടുന്ന LED ടൈലൈറ്റാണ് വരുന്നത്. ടയർ ബിഗ് ടയറാണ്, വലിയ ടയറാണ് വരുന്നത്. സീറ്റ് നമ്മൾ ഓപ്പൺ ആകുമ്പോൾ അതിനകത്ത് വലിയ ലോങ് സീറ്റാണ്. ലഗേജ് സ്പേസ് വളരെ വലിയ സ്പേസ് ആണ്. സീറ്റ് തുറക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ബോർഡ് ലാമ്പ് വരും. ഇത് നമുക്ക് രാത്രി കാലങ്ങളിൽ വളരെ ഉപകാരപ്പെടുന്ന എന്തെങ്കിലും സാധനം ഉണ്ടെന്ന് തന്നെ നമുക്ക് സീറ്റ് സ്പേസ് വളരെ കൂടുതലാണ്. ഇതിനകത്ത് ഇത്രയും സാധനം നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമ്മൾ
ഒരു ഹെൽമെറ്റ് മാത്രമല്ല, ബാറ്ററി ഹെൽമെറ്റ് അതിന് പുറമെ കുറേ സാധനങ്ങൾ വെക്കണം. ബാറ്ററി ഇതിനകത്താണ് ബാറ്ററി വരുന്നത്, അതിനകത്താണ് ബാറ്ററി അതിനകത്ത്. പെട്രോള് മാത്രമല്ല ഇത് ഫ്യൂൾ ടാങ്കാണ്, ഇതിനകത്താണ് ഫ്യൂൾ ടാങ്ക്. ഫ്യൂൾ ടാങ്കിന് വേറൊരു പുതിയതായിട്ട് അവന് ഫ്യൂൾ ടാങ്ക് വന്നിട്ട് മെറ്റൽ ടാങ്ക് അല്ല, ഇത് ഫൈബർ ടാങ്കാണ്. നമുക്ക് മെറ്റൽ വരുന്ന കുറേ വിഷയമുണ്ട്. നമുക്ക് കുറച്ച് കാലം നമ്മൾ തുരുമ്പൊക്കെ കയറിയിട്ട് വരുന്ന ഒരു പ്രശ്നമുണ്ട്. ഇതാകുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള വിഷയങ്ങളില്ല. ഇത് സ്റ്റൈലിഷാണ്, ഏറ്റവും മോഡൽ സ്റ്റൈലാണ് കമ്പനി ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല 5 വർഷമുള്ള കമ്പനി നമുക്ക് ഫ്രീ വാറണ്ടി എടുക്കാം. 5 വർഷത്തെ ഫ്രീ വാറണ്ടിയാണ്. 5 വർഷം അല്ലെങ്കിൽ 52,000 കിലോമീറ്ററാണ് വാറണ്ടി നമുക്ക് കമ്പനി ഇപ്പോൾ തരുന്നത്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, വണ്ടി സ്റ്റാർട്ടായി. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനാണ്, സൗണ്ടൊന്നുമില്ല, വളരെ സൈലൻ്റ് ആണ് വണ്ടി. ഇപ്പോൾ സ്റ്റാർട്ടായി. ഏത് വണ്ടി നോക്കുന്നത് സാർ? ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എങ്ങനെ വരും? ഇത് വന്നിട്ട് 3 വേരിയൻ്റാണ് വരുന്നത്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ, ഏറ്റവും ഫുൾ ഓപ്ഷനാണ്, എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1,07,000 രൂപ. ഇതിനിപ്പോൾ ഓൺ റോഡ് വരുന്നുണ്ട്. ഇതിൻ്റെ പിന്നെ മോഡൽ ഇത് ഫീച്ചേഴ്സ് കുറഞ്ഞ വണ്ടിയുണ്ട്. 1,02,000 പിന്നെ 99,000 വേറെ മോഡൽ. 3 വേരിയൻ്റ്. ശരി സാറേ, വളരെ വിശദമായ ഒരു വിശദീകരണം അദ്ദേഹം തന്നു. ഈ വണ്ടിയെക്കുറിച്ചുള്ള കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഞാൻ ഈ കമ്പനിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചോട്ട് മറ്റൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.